ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂടെക് ഹോം സൊല്യൂഷൻസ്. യൂടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് മാന്നാറാണ്. മാന്നാർ നമ്മൾ 3 ബെഡ്റൂമോട് നിർമ്മിച്ച വെറൈറ്റി രീതിയിലുള്ള വീട്. അത് വെച്ചാൽ 3 ബെഡ്റൂം, വർക്ക് ഏരിയ, കിച്ചൺ, 2 ബാത്റൂം, വിശാലമായിട്ടുള്ള ഡൈനിങ് ആൻഡ് ലിവിങ് എല്ലാം ഉൾപ്പെടുന്ന അതിമനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒലിവ് ഗ്രീൻ ആൻഡ് ഒരു യെല്ലോ ടോൺ വരുന്ന ഒരു കോമ്പിനേഷനിലാണ് പെയിൻറ് ചെയ്തിട്ടുള്ളത്. വാളിൽ വന്നിട്ട് നമ്മൾ ഐവറി ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്, ലൈറ്റ് ഐവറി ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് വിൻഡോസും നമ്മൾ ചെയ്തിരിക്കുന്നത്. വേറെ വിൻഡോസിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ട്? ഇതുവരെ എങ്ങും ചെയ്തിട്ടില്ല. ഒരു വെറൈറ്റി ഡിസൈനാണ് വിൻഡോസ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ മേളിലായിട്ട് പാരപ്പറ്റിന് നമ്മൾ സ്ക്വയർ ട്യൂബ് ചെയ്തിട്ട് ഇടയ്ക്ക് ജാളി വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ വിൻഡോസ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് 3 പാളിയുടെ 2 സെല്ലായിട്ട് 3 പാളിയുടെ വിൻഡോയും ഇവിടെ സിറ്റോഡിലായിട്ട് ഒരു ഫ്രഞ്ച് 2 പാളിയുടെയാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വുഡാണ് ചെയ്തിരിക്കുന്നത്. വുഡെന്ന് പറഞ്ഞാൽ ആഞ്ഞിലിയും മഹാഗണി പൂരച്ചി ഇതാണ് നമ്മൾ വുഡ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ ഒരു വെറൈറ്റി രീതിയിലുള്ള വിൻഡോസാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മേളിലായിട്ട് തന്നെ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ 3 സെപ്പറേറ്റ് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ വിൻഡോസും നമ്മളിവിടെ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം വാം കളർ നമ്മൾ സ്ട്രൈക്കർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ സിറ്റോറിലോട്ട് പോകാം. നല്ല വെയിലുണ്ട്. നമ്മൾ നേരെ സിറ്റോറിലോട്ട് വരുമ്പോഴത്തേക്ക് 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പെല്ലാം നമ്മൾ ബ്ലാക്ക് മാറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലോസി ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 എൽ ഷേപ്പിലുള്ള പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫാന്, പിന്നെ അതുപോലെ 2 6 വാട്ട്സിൻ്റെ ലൈറ്റ്സുമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ചെറിയൊരു ഗാർഡൻ ചെയ്തിട്ടുള്ള പോർഷൻ നമ്മൾ ഈ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാൻ നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ്. കട്ടൺ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആഞ്ഞിലിയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡോറ് വന്നിട്ട് നമ്മൾ പൂരശാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വെറൈറ്റി ഡിസൈനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഹോളിലേക്കാണ് വരുന്നത്. ഹോള് ഭയങ്കര അത്യാവശ്യം നല്ല വലിയ ഹോളാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് വരുന്നത്. നമ്മുടെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 27x10 വരുന്നത്. ഇവിടെ നമ്മൾ 4x2 സെയിം പാറ്റേൺ ടൈലാണ്. ഇവിടെ ഫുള്ള് നമ്മൾ കിച്ചൺ ഒഴിച്ച് ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ലിവിങ്ങിനുള്ള സെപ്പറേഷന് വേണ്ടി ഇവിടെ ഒരു യൂണിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് സാമ്പത്തിക പ്രശ്നം കാരണം ഇത് ചെയ്യാതിരിക്കുകയാണ്. അതിൻ്റെയാണ് ഈ പൈപ്പിംഗ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ജിപ്സം ചെയ്തിട്ടുണ്ട്. ജിപ്സത്തിൽ മനോഹരമായിട്ട് പ്രൊഫൈലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ടെക്സ്ചർ വർക്ക് എങ്ങനെയുണ്ട്? വെറൈറ്റി ആയിട്ടില്ലേ? അങ്ങനെ വെറൈറ്റി ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ് വരുന്നത്. ഇത് എന്ത് ടൈലാണ്? നമ്മുടെ അത്താംകുടി ടൈപ്പ് നമ്മുടെ വാൾ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ഒരു വെറൈറ്റി ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ലൈറ്റ്സ് ഉള്ള മിററാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകണം, ബെഡ്റൂമിലോട്ട് പോകണം? ബെഡ്റൂമിലോട്ട് പോകാം. അപ്പം നമ്മൾ നേരെ ഇനി മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് ചെറിയൊരു പാസേജ് ഉണ്ട്. ഇവിടെ പാസേജ് 2 6 വാട്ട്സിൻ്റെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാളിനകത്ത് പ്രൊഫൈൽ കൂടാതെ 6 വാട്ട്സിൻ്റെ അത്യാവശ്യം ലൈറ്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മനോഹരമായിട്ടുള്ള 3D ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള 3D ഡോറുണ്ട്. വെറൈറ്റി ഒരു 3D ടൈൽസുമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂ അല്ലേ, ബ്ലൂ എന്നും പറയാം, ലൈറ്റ് ഗ്രീൻ എന്നും പറയാം. ആ ഒരു ടൈപ്പിലുള്ള ടൈലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 12x10. അതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇവിടെ 2 പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് കാണാമല്ലോ 3 പാളിയുടെ ജനൽ. നമ്മൾ ഈ ജനലിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് റൂമിൻ്റെ പെയിൻറ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നല്ല 3D പ്രിൻ്റ് വരുന്നൊരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലെ ടൈലാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇലയൊക്കെ വരുന്ന ടൈലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ബാത്റൂമിൽ വരുന്ന ഫിറ്റിങ്സ് എല്ലാം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ പോകുന്നത് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂമിലോട്ടാണ്. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10x10 വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഇതെല്ലാം ഇവർക്ക് അറ്റാച്ച്ഡ് ആ ബെഡ്റൂമിലോട്ട് പോകേണ്ടതാണ്. നാളെയാണ് ഇവിടുത്തെ പാലുകാച്ച്. എന്നാലും ഇവിടെ ഗണപതി ഹോമം കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ 3 പാളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 പാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് നമ്മൾ ഈ പാളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഓപ്പോസിറ്റ് വാളിൽ ഈ കളറും ഓപ്പോസിറ്റ് വാളിൽ വൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടൈലെല്ലാം സെയിം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം 6 വാട്ട്സിൻ്റെ 2 ലൈറ്റും അതുപോലെ തന്നെ വാം കളർ 2 3 വാട്ട്സിൻ്റെ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ മനോഹരമായിട്ടുള്ള എല്ലാ റൂമിൻ്റെയും ഡോറ് വന്നിട്ട്
മഹാണിയിലാണ് ചെയ്തിരിക്കുന്നത്. വെറൈറ്റി ഒരു ഡിസൈൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 10x9 പിന്നെ ലൈറ്റും ഒരു ബാം കളർ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് 3 പാളി ജനൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 പാളിയുടെ ജനൽ ലാവൻഡർ ആൻഡ് വൈറ്റ് തീമിലാണ് ഇതിനകത്ത് റൂമിനകത്ത് പെയിൻറ് ചെയ്തിട്ടുള്ളത്. ഗ്ലോസി ടൈപ്പ് വൈറ്റ് കളർ ടൈലാണ് ഈ റൂമിൽ ഇട്ടിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആയിട്ട് വന്നിട്ട് നമ്മൾ സ്റ്റെയർ റൂം മാത്രമേ മേളിലുള്ളൂ. അതിന് സ്റ്റെയർ റൂമിന് 2 പർഗോള കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള സ്ക്വയർ ട്യൂബിൽ കൈവരി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രൗൺ കളർ മാറ്റ് ഫിനിഷ് ടൈലാണ് സ്റ്റെപ്പിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ പോയിന്റും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം യൂണിറ്റ് ചെയ്യാനുള്ളതാണ്. പാലുകാച്ചി കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. നമുക്ക് നേരെ ഇനി അങ്ങോട്ടാണ് വന്നത് വെറൈറ്റി കിച്ചൺസ്. ഈ വീട്ടിൽ നമ്മൾ ഓപ്പൺ കിച്ചൺ ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമ്മൾ 2 ഹാൻഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ലൂമിനർ ഷീറ്റ് വെച്ചിട്ട് നമ്മളൊരു വെറൈറ്റി പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്കായിട്ട് നമ്മൾ ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ കിച്ചണിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി തീമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാവരും പറയാം എല്ലാ വീടിനകത്തും വെറൈറ്റിയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഓരോ വീടും ഞങ്ങൾക്ക് വെറൈറ്റികൾ തന്നെയാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ സെറയുടെ വൈറ്റ് കളർ ഗ്രാനൈറ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ എന്ന് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ എന്തായിരുന്നു? ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ അത്താംകുടി ടൈലിൻ്റെ മോഡലിലെ ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, വാൾ ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ നമ്മുടെ ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ എന്താ പറയുക, ഒരു അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വെക്കാനുള്ള സ്പേസ് നമ്മൾ ഇതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് പിങ്ക് കളർ ടൈലാണ് 4x2 നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കിച്ചണിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10x8 വരുന്നത് കിച്ചണിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം പറയാൻ മറന്നുപോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സോക്കറ്റും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 വാട്ട്സിന് കുറേ ചെറിയ ചെറിയ ലൈറ്റ്സും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോബിൻ്റെ പോയിന്റ് ഉണ്ട്. നമ്മൾ നേരെ ഇതിനകത്ത് കിച്ചൺ ഇതാണ്, മെയിൻ കിച്ചൺ ഇതാണ്. ഇനി ഒരു ചെറിയൊരു വർക്ക് ഏരിയയും കൂടെ ഉണ്ട്. വർക്ക് ഏരിയക്കകത്ത് സെയിം പാറ്റേൺ കബോർഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. PVC ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയുണ്ട് ബിസിനസ്, നമ്മുടെ സ്ക്വയർ ട്യൂബിൽ നമ്മൾ അത്യാവശ്യം തട്ടും കാര്യങ്ങളും നമ്മുടെ ഈ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കർ അൾട്രാടെക് സിമെന്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ മൊത്തം നമ്മൾ ഷാംഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വിച്ചസും കാര്യങ്ങളെല്ലാം ആങ്കറിന്റെ ശിവ എന്ന് പറയുന്ന ബ്ലാക്ക് ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വയറെല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഹാവൽസ് ആണ്. എല്ലാം നമ്മൾ ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് നമ്മൾ മൊത്തത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂടെക് ഹോം സൊല്യൂഷൻസ് 3 ബെഡ്റൂമോടെ നിർമ്മിച്ച ഈ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക. മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് സെറ്റ് ചെയ്തേക്കുക. ഇതിനേക്കാളും പുതുമയാർന്ന വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നിടം വരെ ഓക്കെ ബൈ. ഉല്ലാസ് യൂടെക് ആൻഡ് പൊന്നൂസ്.